ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അബ്ദുൽ സാറാണ്. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ പഠിക്കാനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, കൃത്യമായും കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എമർജൻസ് ഓഫ് നാഷണലിസം. എങ്ങനെയാണ് നാഷണലിസം ഇന്ത്യയിൽ എമേർജ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ എങ്ങനെയാണ് ദേശീയത ആവിർഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് കാണാൻ പറ്റുന്ന ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ദേശീയത വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നാഷണലിസം എമേർജ് ചെയ്തിട്ടുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ദ ബ്രിട്ടീഷ് കോൺകോർഡ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിഫൈഡ് ഇന്ത്യ പൊളിറ്റിക്കലി. ബ്രിട്ടീഷേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പ്രിൻസ്ലി സ്റ്റേറ്റ് പിടിച്ചെടുക്കുകയും അതിനുശേഷം ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കലി യൂണിഫൈ ചെയ്യുന്നതും ആര് തന്നെയാണ്, ബ്രിട്ടീഷുകാർ തന്നെയാണ്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നാട്ടുരാജ്യങ്ങളെ കീഴ്പ്പെടുത്തി ഒറ്റ ഭരണത്തിൻ്റെ കീഴിലേക്ക് എന്ത് കൊണ്ടുവരുന്നുണ്ട്, ഇന്ത്യയെ മാറ്റുന്നുണ്ട്, ഇന്ത്യയെ ഏകീകരിക്കുന്നത് ബ്രിട്ടീഷുകാർ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യക്കാർക്കിടയിൽ പല നാട്ടുരാജ്യങ്ങളായി വിഭജിച്ച് കിടന്ന ആളുകളായിരുന്നു ഇന്ത്യക്കാർ, അല്ലേ? അവർക്കിടയിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു ഒറ്റ രാജ്യത്തിന്റെ ഭാഗമാക്കി അവരെ മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ, ബ്രിട്ടീഷേഴ്സിന്റെ അണ്ടറിൽ ഒരൊറ്റ പ്രദേശമാക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഏകീകരിക്കുന്നത് ആര് തന്നെയാണ്, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ദ ഇക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് ക്രിയേറ്റഡ് ആൻ ആന്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ ഇന്ത്യൻസ്. ഇന്ത്യക്കാരെ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നത് എന്ന തിരിച്ചറിവ് ഇന്ത്യക്കാർക്ക് ഉണ്ടാവുമ്പോൾ ഇന്ത്യക്കാർക്ക് ആരോട് ദേഷ്യമുണ്ടാവും? നമ്മൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി, ആ സാമ്പത്തിക ബുദ്ധിമുട്ട് ഇവർ കാരണമാണ് ഉണ്ടായതെന്ന് തിരിച്ചറിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, അവരോട് ദേഷ്യം ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇന്ത്യ അനുഭവിക്കുന്ന ഇക്കണോമിക് ക്രൈസിസിനും ഇന്ത്യയെ ഇക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തിട്ടുള്ളത് ബ്രിട്ടീഷുകാരാണ് എന്നറിയുമ്പോൾ ഇന്ത്യക്കാർക്ക് എന്തുണ്ടാവും, ഒരു ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം ഉണ്ടോ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ബ്രിട്ടീഷ് ആറ്റിറ്റ്യൂഡ് ആർക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്, ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടാവുന്നുണ്ട്. അതും എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സെൻസ് ഓഫ് വൺനെസ്. ബ്രിട്ടീഷേഴ്സിനെ ഒപ്പോസ് ചെയ്യണമെങ്കിൽ നമ്മളെല്ലാവരും എന്തായിരിക്കണം, ഒറ്റക്കെട്ടായി ബ്രിട്ടീഷേഴ്സിനെ തുരുത്തി ഓടിക്കണം, അല്ലെങ്കിൽ അവരോട് എന്ത് ചെയ്യണം, പൊരുതി ജയിക്കണം എന്നൊരു തോന്നൽ ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനും എന്തിനു സാധിക്കുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഇക്കണോമിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്തു. അതായത് ഇന്ത്യയെ ബ്രിട്ടീഷുകാർ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തു. അത് ഇന്ത്യക്കാർക്ക് എന്ത് ചെയ്തു, ഇന്ത്യക്കാർക്കിടയിൽ നമ്മൾ ഒന്നിച്ചെന്നുകൊണ്ട്, നമ്മൾ ഒറ്റക്കെട്ടായിരുന്നുകൊണ്ട് അവരെ ചെറുക്കണം എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ കാരണമാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സാമ്പത്തിക ചൂഷണം ഇന്ത്യക്കാരിൽ പൊതുവെ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവം വളർത്തുന്നുണ്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അടുത്ത വരുന്ന നമുക്ക് കാണാൻ പറ്റുന്നത്, ദ സ്പ്രെഡ് ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആൻഡ് ദ ഡെവലപ്മെന്റ് ദാറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബോട്ട് ദ പീപ്പിൾ ടുഗദർ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്തു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വ്യാപനവും ഗതാഗത വാർത്താവിനിമയ രംഗത്തുണ്ടായിട്ടുള്ള സൗകര്യങ്ങളുടെ വളർച്ചയൊക്കെ വിവിധ ജനവിഭാഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിപ്പിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ പല ഭാഗത്തായി കിടന്നിരുന്ന ആ ഒരു പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പീപ്പിൾസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിപ്പിക്കാൻ എന്തിനു സാധിക്കുന്നുണ്ട്, ഈ പറയുന്ന ബ്രിട്ടീഷുകാരോണെന്നുള്ള ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ വന്നിട്ടുള്ള ഡെവലപ്മെന്റ് ആണെങ്കിലൊക്കെ സാധിക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് പറയുന്ന ഒരു പോയിന്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ബ്രിട്ടീഷ് ടു സപ്രസ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആൻഡ് ദ നാഷണൽ കോൺഷ്യസ്നസ് ആൻഡ് മെയ്ഡ് പീപ്പിൾ തിങ്ക് ദാറ്റ് ദേ ബിലോങ്സ് ടു ദ സെയിം കൺട്രി. ദീസ് ഫാക്ടേഴ്സ് ഹെൽപ്പ് ദ ഡെവലപ്പ് ദ സെൻസ് ഓഫ് യൂണിറ്റി എമംഗ് ദ ഇന്ത്യൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, അല്ലെങ്കിൽ 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെ അടിച്ചമർത്തിയത് എന്ന് കണ്ടപ്പോൾ, ബ്രിട്ടീഷുകാർ എത്രത്തോളം എന്താ പറയുക ക്രൂരമായിട്ടാണ് അതിനെ അടിച്ചമർത്തിയത് എന്ന് കണ്ടപ്പോൾ ബ്രിട്ടീഷുകാരെ ചെറുത്ത് നിൽക്കാൻ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ഒന്നിച്ച് നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് ആര് ചിന്തിക്കുന്നുണ്ട്, ഇന്ത്യക്കാർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ഇന്ത്യക്കാർക്കിടയിൽ എന്ത് വളരുന്നുണ്ട്, സെൻസ് ഓഫ് വൺനെസ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒന്നാണ്, സെൻസ് ഓഫ് യൂണിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, കാസ്റ്റും ക്രീഡും എല്ലാത്തിനൊപ്പം, റിലീജിയനും എല്ലാത്തിനൊപ്പം നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന ഒരു ഇമോഷൻ വളരുന്നുണ്ട്. അതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജാതിമത വർഗ്ഗ വ്യത്യാസമന്യേ എല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന വികാരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്താ ഐക്യം എന്ന ബോധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദേശീയത എന്ന് പറയുന്നത്. ഓക്കെ, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, റിലീജിയൻ, ഓൾ ആർ വൺ, അല്ലെങ്കിൽ ഓൾ ആർ സെയിം, എന്താ പറയുക, സെയിം നാഷൻ എന്ന് പറയുന്ന തിരിച്ചറിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെൻസ് ഓഫ് യൂണിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന നാഷണലിസം എന്ന് പറയുന്ന ഫീലിംഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യക്കാർക്കിടയിൽ എന്ത് വളർത്തിയിട്ടുള്ളത്, ദേശീയത വളർത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ മറ്റൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, ദേശീയത വളർത്തിയതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിരവധി എന്ത് ഫോം ചെയ്യപ്പെടുന്നുണ്ട്, അസോസിയേഷൻസ്, സംഘടനകളൊക്കെ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒന്നാണ് നമ്മൾ ഈ പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ വാട്ട് ആർ ദ മേജർ എയിംസ് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർക്കിടയിൽ രാഷ്ട്രീയ ബോധം വളർത്തിയെടുക്കുക എന്നുള്ളത്. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അല്ലേ? ആ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു എയിം
എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങൾക്കിടയിലുള്ള ആളുകൾക്കിടയിൽ ഒരു രാഷ്ട്രീയ അവബോധം വളർത്തിയെടുക്കുക, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ബോധം വളർത്തിയെടുക്കുക. ടു പ്രൊമോട്ട് ഫ്ലോ ഫീലിംഗ്സ് എമംഗ് ദ വോളണ്ടിയേഴ്സ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ദെൻ നമുക്കിവിടെ കാണാൻ പറ്റും ടു ഡെവലപ്പ് നാഷണൽ സ്പിരിറ്റ് ബിയോണ്ട് ദ റിലീജിയൻ, കാസ്റ്റ് ആൻഡ് റീജിയണൽ ലോയാലിറ്റീസ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്ന പോലെ തന്നെ ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ദേശീയ ബോധം, നമ്മൾ കേരളീയരാണ്, അല്ലെങ്കിൽ നമ്മൾ മലയാളികളാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന മതക്കാരാണ്, ഇന്ന ജാതിക്കാരാണ് എന്ന് ചിന്തിക്കാതെ നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഒരു ദേശീയ ബോധം വളർത്തിയെടുക്കാനും ആരുടെ ലക്ഷ്യമായിരുന്നു? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലക്ഷ്യമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അല്ലെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന പോലെ തന്നെ ടു ബ്രിങ് ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യൻസ് ടു നോട്ടീസ് അതോറിറ്റീസ്. ഇതൊക്കെയാണ് ആരുടെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ആരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ഒരു കാര്യം കൂടി നോട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ വാട്ട് ആർ ദ മേജർ എയിംസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ 3 പോയിന്റ്സ് ആണ് മക്കൾ അവിടെ ആൻസർ ചെയ്തേണ്ടത്. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴാണ് ഫോം ചെയ്യപ്പെട്ടുള്ളത്, അല്ലെങ്കിൽ INC എപ്പോഴാണ് ഫോം ചെയ്യപ്പെട്ടുള്ളത്? INC ഫോം ചെയ്യപ്പെട്ടുള്ളത് 1885 മക്കളെ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളത് അല്ലേ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്തിട്ടുള്ളത്, രൂപീകരിച്ചിട്ടുള്ളത്. അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാം മക്കൾ നോട്ട് ചെയ്ത് വെക്കട്ടോ. അതും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ രീതിയിൽ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ വന്നാലും മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഈ ഒരു ഭാഗത്ത് എടുക്കാനുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും എടുക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും സെറ്റാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഈ 2 ചോദ്യങ്ങൾ വന്നാൽ മക്കൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യണം, അവിടെ ആൻസർ ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും സിമ്പിളായി എങ്ങനെ നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ച് തരാൻ പറ്റും എന്നുള്ള വീഡിയോസ് ആയിട്ട് ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീഡിയോസ് മക്കൾ കൃത്യമായിട്ട് കാണുക, എല്ലാ വീഡിയോസും കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലൈവിലൊക്കെ കാണാൻ മക്കളെ, നമ്മൾ ബാക്കിയൊക്കെ ഇന്നത്തെ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു ഓൾ, ബൈ.